പാക്കുപൂക്കും മരച്ചില്ലയുടെ നോക്കിലേക്ക് കൊളുത്തി വലിക്കുന്ന പദശൈലങ്ങളുടെ അഗ്നിവിസ്ഫോടനങ്ങളായ കവിതകൾ. അതാണ് സിന്ധു കെ നായരുടെ കാവ്യസമാഹാരം ഒട്ടുനേരം മിഴിക്കുമ്പിളിൽ. ജീവിതത്തിന്റെ ഉൾക്കാഴ്ചകളിലേക്ക് ചെന്നെത്തുന്ന കവിതകളാണ് ഈ സമാഹാരത്തിലുള്ളത്. അക്ഷരങ്ങൾ കൊണ്ട് കവിതയിൽ നവശൈലി സൃഷ്ടിച്ച് കാവ്യാസ്വാദനത്തിന്റെ ഉൾക്കാഴ്ചകളിലേക്ക് ചെന്നെത്തുന്ന കവിതകളാണ് ഈ സമാഹാരത്തിൽ. സിന്ധു കെ നായർ എഴുതിയ 54 കവിതകളുടെ ഈ സമാഹാരം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് തിരുവല്ല ഓസോൺ ബുക്സ് ആണ്. മനസ്സിന്റെ വിഹ്വലതകൾ, സമൂഹത്തിന്റെ അപജയങ്ങൾ, ചേരിചേർന്നും ചേരിചേരാതെയും നിൽക്കുന്ന നിലപാടുകളിൽ ഉറച്ച് സമൂഹത്തിലേക്ക് പറയുവാനുള്ളതൊക്കെ തൻ്റെ കവിതയിലൂടെ തന്നെ പറയുകയാണ് ഈ എഴുത്തുകാരി. അതെ, എഴുത്തുകാരുടെ ആയുധങ്ങളും ശബ്ദങ്ങളും തൻ്റെ രചനകൾ തന്നെയാണല്ലോ. കനൽ വിരിച്ച പാതയിലൂടെയാണ് ചവിട്ടിക്കയറിയത്. വേദനയുടെ ബലിക്കല്ലിൽ ഒത്തിരി ചോര പൊടിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവയെല്ലാമാണ് ഇന്നിൻ്റെ ധൈര്യം. അമ്മ വയറിൻ്റെ നനുനനുപ്പിലേക്ക് ചേർന്ന് കിടക്കാനായി കൊതിക്കുമ്പോൾ എൻ്റെ അമ്മ കവിതയുടെ താരാട്ടുമായി എത്താറുണ്ട്. ആ മുഖത്തിൽ സിന്ധു കെ നായർ എന്ന എഴുത്തുകാരി തൻ്റെ മനസ്സിലെ ചിന്തകൾ വായനക്കാർക്കായി ഇങ്ങനെ പങ്കുവയ്ക്കുന്നുണ്ട്. ചില സമയങ്ങളുണ്ട് ജീവിതത്തിൽ യാതൊന്നിനോടും ആസക്തിയില്ലാതെ, വിരക്തിയില്ലാതെ, ഒന്നിനും പ്രസക്തിയില്ലാത്ത ചില നിമിഷങ്ങൾ. അവ ഒന്നായി വന്ന് ചുറ്റും വലയം ചെയ്യുന്നത് പോലെ തോന്നും. ഭയത്തിൻ്റെ ചങ്ങലക്കണ്ണികൾ കൂട്ടിവിളക്കി എന്തൊക്കെയോ എഴുതും. ആ എഴുത്തുകൾ നോവെഴുത്തുകൾ തന്നെയാവാം. അവയ്ക്കൊരിക്കലും അടമാങ്ങയുടെ അമിത രുചി ഉണ്ടാവുകയില്ല. അവയ്ക്കൊരിക്കലും മധുരനെല്ലിക്കയുടെ മധുരമുണ്ടാവുകയില്ല. എങ്കിലും അവയുടെ കൈപ്പുരസം ചിലപ്പോൾ ലഹരിയാവാറുണ്ട്. ആ ലഹരിയിൽ കുത്തിക്കുറിച്ചവയാണ് ഒട്ടുനേരം മിഴിക്കുമ്പിളിൽ എന്ന കാവ്യസമാഹാരത്തിൽ ഉള്ളത്. ഇത് എഴുത്തുകാരിയുടെ വാക്കുകൾ തന്നെയാണ്. അതിവേഗ യുഗത്തിന്റെ ഭ്രമങ്ങളിൽ അക്ഷരങ്ങളും പുസ്തകങ്ങളും പകച്ചു നിൽക്കുന്ന കാലഘട്ടത്തിലും പുതുരചനകൾ ഇവിടെ പിറവിയെടുക്കുന്നത് എത്ര സന്തോഷം ഉളവാക്കുന്ന ഒന്നാണ്. കാലഘട്ടത്തിന്റെ അതിവേഗതയിലും ഒരു കവിക്ക് എഴുതാതിരിക്കുവാൻ എങ്ങനെ കഴിയും? മാനത്തെ മഴക്കാറിന് പെയ്തു തോരാതെ വയ്യ, നിറകുടം തുളുമ്പാതെ വയ്യ, ഒട്ടുനേരം മിഴിക്കുമ്പിളിലേക്ക് ആസ്വാദകർക്ക് നോക്കാതെ വയ്യ. പ്രമേയപരമായി ഏറെ വേറിട്ട കവിതകളുടെ ഈ സമാഹാരത്തിന് അക്ഷരാഭിവാദ്യങ്ങൾ നേരുന്നു.